എന്നിട്ട് മൃദുലമായി നിങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങോട്ടായിരുന്നു? പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ ആദർശത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല. കാരണം ഇന്നുവരെ ഒരൊറ്റ മുസ്ലിമും അല്ലാഹു രണ്ട് കൈയുണ്ടെന്ന് വാദിച്ചിട്ടില്ല. നിങ്ങൾ വാദിക്കുകയും നിങ്ങൾ ജനങ്ങളെ മൃദുലമായി ക്ഷണിക്കുന്നതുമായ പ്രസ്ഥാനത്തിന്റെ അജണ്ട തന്നെ വിശ്വാസപരമായ രൂപത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ ഒരു ഭാഗമാണ് അല്ലാഹുവിനിക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും വലം കൈയാണ്. അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. നിങ്ങൾ നോക്കിയ അല്ലാഹുവിനിക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും വലം കൈയാണ്. പടച്ചോനെ, ഞമ്മക്ക് വലം കൈയും ഇടത് കൈയും തന്ന് നമ്മളെ വളരെ മട്ടത്തിലാക്കിയ പടച്ചോന്റെ കോലം നോക്കി. പടച്ചോൻ വികലാംഗൻ. അതാണെങ്കിലോ വികലാംഗെന്ന് പറഞ്ഞാലും പോരാ, എത്ര സാധനം ഒരു ഭാഗത്ത്. ഇടത് ഭാഗത്ത് കൈയില്ലതാണ്, ഇടതു ഭാഗത്ത് കൈയില്ല. അത് മൂപ്പരവാദം മാത്രമല്ല. ദക്കരിയ സ്വലാഹി സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ പറയുന്നു, അല്ലാഹുവിനിക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും വലതുഭാഗത്താണ്, അഥവാ അവന് ഇടത് കൈയില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ വിശ്വാസം ഇത് 1921 ശേഷം നിങ്ങൾക്കേ കൊണ്ടുവരാൻ കഴിയൂ. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമല്ല, സ്വഹാബികൾ ഉൾക്കൊണ്ട വിശ്വാസമല്ല, നാളിതുവരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ച വിശ്വാസമല്ല. ഇത് മുജാഹിദ് സെന്ററിൽ നിന്ന് രൂപം കൊണ്ട പുതിയ ആദർശമാണ്.